ഞങ്ങളുടെ സെമിനാരിയുടെ തൊട്ട അയൽപക്കത്ത് ഒരമ്മയുണ്ട്. മോനിയമ്മച്ചി എന്ന് ഞങ്ങൾ സ്നേഹത്തോടെ വിളിക്കുന്ന മോനി ജേക്കബ്. മക്കളും കൊച്ചുമക്കളുമൊക്കെയായി തിരുവനന്തപുരത്താണ് താമസം. ശാരീരിക പ്രയാസങ്ങൾ കാരണം പള്ളിയിൽ പോകാൻ പറ്റാതെ വരുമ്പോൾ അമ്മച്ചി എന്നെ ഫോണിൽ വിളിക്കും. അച്ഛോ, സ്തുതിയായിരിക്കട്ടെ. അച്ഛോ, എനിക്ക് നാളെ വിശുദ്ധ കുർബാന കൊണ്ട് തരാവോ? സെമിനാരിയുടെ പിന്നിലെ ഗേറ്റ് കടന്നാൽ മോനിയമ്മച്ചിയുടെ വീടായി. വിശുദ്ധ കുർബാന കൊണ്ടു ചെല്ലുമ്പോൾ സ്വീകരണമുറിയിൽ സന്തോഷത്തോടെ അമ്മച്ചി കാത്തിരിപ്പുണ്ടാവും. അതുതന്നെയാണ് അമ്മച്ചിയുടെ പ്രാർത്ഥനാമുറിയും. ഈശോയും മാതാവും യോസേപ്പിതാവും അമ്മച്ചിയുടെ പ്രിയപ്പെട്ട വിശുദ്ധരും പ്രിയപ്പെട്ട അച്ഛന്മാരും എല്ലാവരും എപ്പോഴും അമ്മച്ചിക്ക് കൺവെട്ടത്ത് വേണം. അതാണ് അമ്മച്ചിയുടെ ഒരു ബലം. വിശുദ്ധ കുർബാനയൊക്കെ സ്വീകരിച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞാൽ പിന്നെ പഴയ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കേൾപ്പിക്കാൻ അമ്മച്ചിക്ക് വലിയ ഇഷ്ടമാണ്. 3 മാർപ്പാപ്പമാരെ നേരിട്ട് കണ്ടയാളാണ് മോനി അമ്മച്ചി. 1964 പോൾ 6 പാപ്പ ദിവ്യകാരുണ്യ കോൺഗ്രസിന് ഇന്ത്യയിൽ വന്നപ്പോൾ അദ്ദേഹത്തെ നേരിട്ട് കാണാൻ മോനിയമ്മച്ചി മുംബൈക്ക് വണ്ടി കയറി. പിന്നീട് 1986 ജോൺ പോൾ 2 പാപ്പ തിരുവനന്തപുരത്ത് വന്നപ്പോൾ പട്ടം കത്തീഡ്രലിൽ പോയി അദ്ദേഹത്തെയും കണ്ടു. അക്കൂട്ടത്തിൽ അമ്മച്ചി ഏറ്റവും ആവേശത്തോടെ പറയുന്ന ഒന്നാണ് ഫ്രാൻസിസ് പാപ്പായുമായുള്ള കൂടിക്കാഴ്ച. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് 2019 പാപ്പ ദുബായിൽ വന്നപ്പോൾ ദുബായിലുള്ള മകളുടെ അടുത്തേക്ക് അമ്മച്ചി പറന്നു. പാപ്പായെ അടുത്ത് കാണാൻ അവസരം കിട്ടിയ കുറച്ചു പേരിൽ ദൈവകൃപയാൽ മോനിയമ്മച്ചിയും ഉൾപ്പെട്ടു. അമ്മച്ചിക്ക് അതൊരു ഗോൾഡൻ മൊമെന്റ് ആയിരുന്നു. പാപ്പായെ അടുത്ത് കണ്ട് കരങ്ങൾ ചുംബിച്ചു എന്ന് മാത്രമല്ല, അടുത്തു ചെന്നപ്പോൾ പാപ്പ അമ്മച്ചിയെ ചേർത്ത് പിടിച്ച് ആശ്ലേഷിച്ച് അനുഗ്രഹിച്ചു. യോഹന്നാൻ ക്രിസ്തുവിന്റെ നെഞ്ചിൽ എന്ന പോലെ ആ മഹാ ഇടയന്റെ നെഞ്ചിൽ ഒരു കുഞ്ഞാടിനെ കണക്ക് അമ്മച്ചി പറ്റിച്ചേർന്നു. അപ്പൊ പള്ളിയുടെ അനുവാദത്തിൽ കയറിയപ്പം തന്നെ ചിരിക്കാൻ തുടങ്ങി. ഞാനും ചിരിച്ചു. എന്നെ തന്നെ അവിടെ നിന്ന് നോക്കുന്നെന്ന് എനിക്ക് തോന്നി. ഞാനിങ്ങനെ ഓൾട്ടറിന്റെ അടുത്തായിരുന്നിരുന്നത്. പതുക്കെ അവിടെ നിന്ന് നടന്ന് വന്ന് എന്നെ നോക്കുന്നുണ്ടായിരുന്നത് ഇടയ്ക്കെടുത്ത്. എൻ്റെ അടുത്ത് വന്നപ്പോഴത്തേനും എനിക്ക് തോന്നി ഈശോ എൻ്റെ അടുത്തോട്ട് വരുന്നത് പോലെ തന്നെ. ഞാൻ എന്നിട്ട് കയ്യിൽ പിടിച്ച ഉമ്മ കൊടുത്തു. അപ്പോഴത്തേനും പിതാവ് എന്നെ കെട്ടിപ്പിടിച്ച്, ഞാനും കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച്. എനിക്ക് ഭയങ്കര സന്തോഷമായി പോയി. അയ്യോ, ഞാനിപ്പം സ്വർഗത്തിലാണെന്ന് തോന്നിപ്പോയി. ഈശോയെ എന്ന് ഞാനൊരു വിളി വിളിച്ച് എനിക്ക് അങ്ങനെ വലിയ സന്തോഷമായി പോയി പിതാവിനെ കണ്ടതിൽ. മോനിയമ്മച്ചിക്ക് അതൊരിക്കലും മറക്കാൻ കഴിയില്ല. അത് പറയുമ്പോൾ ആ മുഖത്ത് വിടരുന്ന ചിരിയും സന്തോഷവും കണ്ണുകളിലെ ആനന്ദ അശ്രുക്കളും കണ്ടാലറിയാം ഫ്രാൻസിസ് പാപ്പ അമ്മച്ചിക്ക് എത്രമേൽ പ്രിയപ്പെട്ട ആളാണെന്ന്. കഴിഞ്ഞ ദിവസം പാപ്പായുടെ വിയോഗ വാർത്ത അറിഞ്ഞപ്പോൾ അമ്മച്ചി വല്ലാതെ സങ്കടപ്പെട്ടു. കുറെ നേരം കരഞ്ഞു. പിന്നെ പാപ്പായെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ചു. ഞാൻ കേട്ടുടനെ എൻ്റെ കണ്ണ് നിറഞ്ഞ് വെള്ളം കൊടുകൂടാന്ന് കണ്ണിൽ നിന്ന് എഴുതാൻ തുടങ്ങി. ഞാൻ വിചാരിച്ചു, ദൈവമേ, ഇത്ര നേരത്തെ പോയി. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നവനായിരുന്നു. എസെക്കിയേൽ രാജാവിന് കൊടുത്ത പോലെ 15 വർഷം കൂടെ കൂട്ടി കൊടുക്കണമെന്ന്. ഇതിനൊക്കെ കർത്താവ് കൊടുത്തില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടു. എന്നാലും എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി, എന്തിനാ നീ കരയണ്ട, ഞാൻ അവിടെ ഉണ്ടല്ലോ, നീ വരുമ്പോൾ ഞാൻ നിന്നെ എതിരേറ്റോളാം എന്നുള്ള ഒരു തോന്നലും സംസാരം പറയുമല്ലോ എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ട് ഉടനെ കണ്ണിൽ നേരെ ഒപ്പിയെടുത്ത് പിന്നെ ഞാൻ കരഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ട പാപ്പ, മോനിയമ്മച്ചി പറഞ്ഞത് ശരിയാണ്. അങ്ങ് തീർച്ചയായും സ്വർഗത്തിലാണ്. പക്ഷേ മോനിയമ്മച്ചിക്കും ഞങ്ങൾക്ക് മാത്രമല്ല, ഈ ലോകത്തിന് മുഴുവൻ ഇപ്പോൾ അങ്ങയെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. സത്യത്തിൽ മിസ് ചെയ്യുന്നത് അർജന്റീനക്കാരനായ ഒരു പാപ്പ ഫ്രാൻസിസിനെ അല്ല, നസ്രത്തുകാരനായ ക്രിസ്തുവിനെ തന്നെയാണ്. ചോദിക്കുന്നത് അപരാധമായെങ്കിൽ അങ്ങ് പൊറുക്കണം. 3ാമത്തെ ക്രിസ്തുവെന്ന് ഞങ്ങളങ്ങെ വിളിച്ചോട്ടെ.